ഈ കഴിഞ്ഞ 2025 മലയാള സിനിമയിൽ എത്ര കിടിലം പടങ്ങളാണ് വന്നതല്ലേ. ബോക്സ് ഓഫീസ് തൂക്കിയ കുറെ പടങ്ങൾ ഈ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുണ്ട്. ഇൻഡസ്ട്രി ഹിറ്റായ ലോക, ലാലേട്ടന്റെ തുടരും, പിന്നെ ഡിസംബർ ലാസ്റ്റ് ഇറങ്ങിയ നിവിൻ പോളിയുടെ കംബാക്ക് സിനിമയായ സർവമായ, അങ്ങനെ ഒരുപാട് ഫീൽ ഗുഡ് ഹൊറർ ത്രില്ലർ പടങ്ങൾ റിലീസായ വർഷമായിരുന്നു 2025. മലയാള സിനിമയുടെ മറ്റൊരു തലത്തിലേക്കുള്ള ടേണിംഗ് പോയിന്റ് ആയിട്ട് ഈ കഴിഞ്ഞ 2025 നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും. ഈ 2026 ഒരുപാട് പ്രതീക്ഷയുള്ള, എല്ലാവരും ഒന്നടങ്കം വെയിറ്റ് ചെയ്യുന്ന സിനിമകൾ ഇറങ്ങാൻ വേണ്ടി പോകുന്ന വർഷമാണിത്. അങ്ങനെ ബോക്സ് ഓഫീസ് തൂക്കാൻ 100% ഗൾപ്പുള്ള 15 ഹൈ എക്സ്പെക്റ്റഡ് മൂവീസ് ആണ് ഈ വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനു മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും മച്ചന്മാർ വീഡിയോ കാണുന്നുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൂടി അടിച്ചേക്കാം. ലിസ്റ്റിൽ ഒന്നാമതുള്ളത് ആട് 3. ഷാജി പാപ്പന്റെയും പിള്ളേരുടെയും മൂന്നാമത്തെ വരവിനായി എല്ലാവരും ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. ഫസ്റ്റ് പാർട്ട് തിയേറ്റർ ഫ്ലോപ്പ് ആണെങ്കിലും പിന്നീട് അതങ്ങോട്ട് അടിച്ചു കയറി. സെക്കൻഡ് പാർട്ട് വലിയ സക്സസ് ആയിരുന്നു. ഈ സിനിമയിൽ ഓരോ ക്യാരക്ടേഴ്സിനും സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെ ഉണ്ട്. ഇപ്രാവശ്യം ടൈം ട്രാവലർ കോൺസെപ്റ്റിലാണ് ഈ സിനിമ ഒരുങ്ങാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ഈ സിനിമ കത്തി കയറുമെന്നത് ഉറപ്പാണ്. സോ ദ എക്സ്പെക്ടേഷൻ ഈസ് അറ്റ് പീക്ക്. ലിസ്റ്റിൽ രണ്ടാമതുള്ളത് ജയസൂര്യയുടെ കത്തനാർ. നിങ്ങൾ ആലോചിക്കണം, 2023 ജയസൂര്യ അവസാനമായി ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. അതിനുശേഷം കത്തനാർ മൂവിക്ക് വേണ്ടിയാണ് അദ്ദേഹം കഷ്ടപ്പെട്ടത്. സോ അത് വേസ്റ്റ് ആവില്ല എന്നാണ് എന്റെ പ്രതീക്ഷ. എന്തായാലും ഈ സിനിമയുടെ ടീസറൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. നല്ലൊരു വിഷ്വൽ ക്വാളിറ്റി തന്നെ എല്ലാവരും ഈ സിനിമയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വരുന്ന മാർച്ച് മാസം സിനിമ റിലീസ് ആവുമെന്നാണ് റൂമേഴ്സ് ഒക്കെ വരുന്നത്. ലിസ്റ്റിൽ മൂന്നാമതുള്ളത് ഐ ആം ഗെയിം. ദുൽഖർ സൽമാൻ നായകനായി അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് ഐ ആം ഗെയിം. RDXന് ശേഷം നഹാസ് ഡയറക്ട് ചെയ്യാൻ പോകുന്നത് ഈ സിനിമയാണ്. കിങ് ഓഫ് കൊത്തക്ക് ശേഷം ദുൽഖർ സൽമാന്റെ വരാൻ പോകുന്ന മലയാള സിനിമയാണ് ഐ ആം ഗെയിം. ഇതിൽ ആന്റണി പെപ്പെ ഒരു പ്രധാന വേഷത്തിൽ വരുന്നുണ്ട്. ഒരു മാസ് ആക്ഷൻ ജോണറിൽ വരാനിരിക്കുന്ന ഈ സിനിമ ദുൽഖർ സൽമാന്റെ മലയാളത്തിലേക്കുള്ള കംബാക്ക് ആവുമെന്ന് ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ട്. ലിസ്റ്റിൽ നാലാമതുള്ളത് അതിരടി. ടൊവിനോ, ബേസിൽ, വിനീത് ശ്രീനിവാസൻ എന്നീ താരങ്ങൾ പ്രധാന വേഷങ്ങളിൽ വരുന്ന സിനിമയാണ് അതിരടി. കോമഡി ആക്ഷൻ എന്റർടൈനർ ജോണറിൽ വരാനിരിക്കുന്ന ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടൊവിനോ ബേസിൽ കൂടിയാണ്. ഈ സിനിമയുടെ ഗ്ലിംസ് വീഡിയോ ഒക്കെ കാണാൻ ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. എന്തായാലും ബേസിലിന്റെയും ടൊവിനോന്റെ കോമ്പിനേഷന് തിയേറ്റർ കത്തിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ലിസ്റ്റിൽ അഞ്ചാമതുള്ളത് ഖലീഫ. മാസ് ആക്ഷൻ ത്രില്ലർ പടങ്ങൾക്ക് പേരുകേട്ട ഡയറക്ടറാണ് വൈശാഖ്. പോക്കിരാജയ്ക്ക് ശേഷം വൈശാഖും പൃഥ്വിരാജും ഒന്നിക്കുന്ന ഒരു ഹൈ ബഡ്ജറ്റ് സിനിമയാണ് ഖലീഫ. ഈ സിനിമയുടെ പ്രത്യേകതയാണ് നമ്മുടെ ലാലേട്ടന് ഒരു ക്യാമിയോ റോളായിട്ട് ഈ സിനിമയിൽ വരുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ ടീസർ കാണുമ്പോൾ തന്നെ അറിയാം, പക്ക വയലൻസിന് പ്രാധാന്യം കൊടുക്കുന്ന സിനിമയാണിത്. എന്തായാലും ഈ സിനിമ ഒരു പക്ക തിയേറ്റർ മെറ്റീരിയൽ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലിസ്റ്റിൽ ആറാമതുള്ളത് പാട്രിയോട്ട്. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, നയൻതാര, കുഞ്ചാക്കോ ബോബൻ എന്നീ വമ്പൻ താരങ്ങൾ പ്രധാന വേഷങ്ങളിൽ വരുന്ന ഹൈ ബഡ്ജറ്റ് സിനിമയാണ് പാട്രിയോട്ട്. 100 കോടിക്ക് മുകളിലാണ് ഈ സിനിമയ്ക്ക് ബഡ്ജറ്റായി പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് സിനിമയുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞത്. എന്തായാലും ഈ സിനിമയിലൂടെ മമ്മൂട്ടി മോഹൻലാൽ കോംബോ നമുക്ക് ഒന്നും കൂടി സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. ലിസ്റ്റിൽ ഏഴാമതുള്ളത് കാട്ടാളൻ. ആന്റണി പെപ്പെ പ്രധാന വേഷത്തിൽ വരുന്ന ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാർക്കോ പ്രൊഡ്യൂസ് ചെയ്ത ഷെരീഫ് മുഹമ്മദ് ആണ്. ഇപ്രാവശ്യം ഓവർ വയലൻസിന് പ്രാധാന്യം കൊടുക്കാതെ ആക്ഷൻ സീക്വൻസിലാണ് ഈ സിനിമ ഒരുങ്ങാൻ വേണ്ടി പോകുന്നത്. പോൾ ജോർജ് ആണ് ഈ സിനിമ ഡയറക്ട് ചെയ്യുന്നത്. എന്തായാലും ഈ സിനിമയിൽ പെപ്പെ കൽക്കുന്നത് ഉറപ്പാണ്. ലിസ്റ്റിൽ എട്ടാമതുള്ളത് ആസിഫ് അലിയുടെ ടിക്കി ടാക്ക. 35 കോടിക്ക് മുകളിലാണ് ഈ സിനിമക്ക് ബഡ്ജറ്റായി പറയുന്നത്. ആസിഫ് അലി ഇതുവരെ ചെയ്യാത്ത ജോണറിൽ വരുന്ന പടമാണ് ടിക്കി ടാക്ക. ത്രൂ ഔട്ട് ആക്ഷനുള്ള സിനിമയിൽ നെസ്ലീനും ലുക്മാനും പ്രധാന വേഷങ്ങളിൽ വരുന്നുണ്ട്. ഈ സിനിമ ആസിഫ് അലിയുടെ KGF ആണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കണ്ടെന്നെ അറിയാം. ലിസ്റ്റിൽ 9ആമതുള്ളത് ചത്തപ്പച്ച. ഒരു റെസ്ലിംഗ് ബേസ്ഡ് സിനിമയാണിത്. പ്രധാന വേഷങ്ങളിൽ നമ്മുടെ അർജുൻ അശോകൻ, വിശാഖ് നായർ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് ആണ് നമ്മുടെ മമ്മൂക്ക ഒരു ക്യാമിയോ റോളിൽ വരുന്നുണ്ട്. ശബ്ദം കൊണ്ട് മാത്രം ലോക എന്ന സിനിമയിൽ വലിയ ഇമ്പാക്റ്റ് ആണ് മമ്മൂക്കാന്റെ മൂത്തോൻ എന്ന ക്യാരക്ടറിന് കിട്ടിയത്. സോ ഇതിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഈ വരുന്ന ജനുവരി 22 സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടു ഒരു രക്ഷയില്ല. ഇപ്രാവശ്യം അർജുൻ അശോകൻ തിയേറ്റർ കത്തിക്കാനുള്ള സാധനമായിട്ടാണ് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. ലിസ്റ്റിൽ 10ആമതുള്ളത് L365. തുടരും സിനിമയ്ക്ക് ശേഷം ഡയറക്ടർ തരുൺമൂർത്തിയും മോഹൻലാലും ഒന്നിക്കാൻ വേണ്ടി പോകുന്ന സിനിമയാണിത്. ത്രില്ലർ ജോണറിൽ വരാനിരിക്കുന്ന ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആഷിഖ് ഉസ്മാൻ ആണ്. നമ്മുടെ ലാലേട്ടന് ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണ് ഈ സിനിമയിൽ വരാൻ വേണ്ടി പോകുന്നത്. ലിസ്റ്റിൽ 11ആമതായി വരവ്. ജോജു ജോർജ് പ്രധാന വേഷത്തിൽ വരുന്ന ഈ സിനിമ ഡയറക്ട് ചെയ്യുന്നത് ഷാജി കൈലാസ് ആണ്. ആക്ഷൻ ത്രില്ലർ ജോണറിൽ ഒരുങ്ങുന്ന ഈ സിനിമയിൽ അർജുൻ അശോകൻ, ഷമ്മി തിലകൻ, സാനിയ അയ്യപ്പൻ പ്രധാന വേഷങ്ങളിലായി വരുന്നുണ്ട്. ലിസ്റ്റിൽ 12ആമതുള്ളത് ബത്ലഹേം കുടുംബ യൂണിറ്റ്. നിവിൻ പോളി പ്രധാന വേഷത്തിൽ വരുന്ന ഈ സിനിമ ഡയറക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗിരീഷ് ഏടിയാണ്. മമിത ബൈജു ആണ് ഈ സിനിമയിൽ നായികയായി വരുന്നത്. ഒരു പക്ക ഫീൽ ഗുഡ് ജോണറിൽ വരാനിരിക്കുന്ന ഈ പടം ഫെബ്രുവരിയിൽ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. സംഗീത്, വിനയ് ഫോട്ടോ ഒക്കെ പ്രധാന വേഷത്തിൽ ഈ സിനിമയിൽ വരുന്നുണ്ട്. ലിസ്റ്റിൽ 13ആമതുള്ളത് കോസ്മിക് സൈമൺ. സന്ദീപ് നായകനായി വരുന്ന ഒരു ഫാന്റസി എന്റർടൈനർ സിനിമയാണ് കോസ്മിക് സൈമൺ. മിന്നൽ മുരളിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും എൻജോയ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റുന്ന സിനിമയാണ് കോസ്മിക് സൈമൺ എന്ന് സന്ദീപ് തന്നെ പറഞ്ഞിട്ടുണ്ട്.
ലിസ്റ്റിൽ 14-ാമതുള്ളത് ഒറ്റക്കൊമ്പൻ. സുരേഷ് ഗോപി നായകനായി എത്തുന്ന സിനിമയാണ് ഒറ്റക്കൊമ്പൻ. 25 കോടിയാണ് ഈ സിനിമയ്ക്ക് ബഡ്ജറ്റായി പറയുന്നത്. മാസ് ആക്ഷൻ ജോണറിലാണ് ഈ സിനിമ ഒരുങ്ങാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ഈ സിനിമ ഈ കൊല്ലം തന്നെ റിലീസ് ആവുന്നത് ഏകദേശം ഉറപ്പാണ്. ലിസ്റ്റിൽ 15-ാമതുള്ളത് ദൃശ്യം 3. മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ വരാനിരിക്കുന്ന സിനിമയാണ് ദൃശ്യം 3. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒക്കെ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. അതിന്റെ സീക്വലായാണ് ഈ സിനിമ ഒരുങ്ങാൻ വേണ്ടി പോകുന്നത്. മലയാളത്തിലെ ബെസ്റ്റ് ത്രില്ലർ പടം എടുത്താൽ അതിൽ ടോപ്പ് 3 തന്നെ ദൃശ്യം ഉണ്ടാവും. അതാണ് ഈ സിനിമയുടെ ഹൈപ്പും. എന്തായാലും ഈ സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന ഏപ്രിൽ മാസം ഈ സിനിമ റിലീസ് ആകുമെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇതിൽ ഏത് സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ഡു സബ്സ്ക്രൈബ്.